താരിഫ് ചേഞ്ച് ആവുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോഗം കൊണ്ടാണോ അല്ലാതെ ഇതിൻ്റെ അശ്രദ്ധ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? സാധാരണഗതിയിൽ നമ്മുടെ താരിഫ് ചേഞ്ച് ആകുന്നത് ഒന്ന് ഉപഭോഗം കൊണ്ട് ഉണ്ടാകാറുണ്ട്. പിന്നെ മീറ്ററിങ് പ്രോപ്പറായിട്ട് ചെയ്യാതെ വരുമ്പോഴും ചിലപ്പം അതിനകത്ത് ആ ബ്രാക്കറ്റിൽ നിന്ന് ചിലപ്പം ടെലസ്കോപ്പിക് ബ്രാക്കറ്റിൽ നിന്ന് ചിലപ്പം വെളിയിലേക്ക് പോകാം. മൊത്തം കരുതിയാൽ ആ ഒരു മാറ്റമുണ്ട്. ഒരു ദിവസത്തിന് ഒരു പ്രാധാന്യം അവിടെ ഉണ്ട്. ഈ 500 എന്ന് പറയുന്ന ബ്രാക്കറ്റിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ. സാർ, ഇടുക്കി പോലുള്ള മേഖലകളിൽ ഇപ്പോൾ ഏലം കർഷകരുടെ ഇടയിൽ പലർക്കും കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. ഈ ഒരു ഏലം കർഷകരുടെ ഭാഗത്തും ധാരാളം പരാതികൾ കമ്മീഷനിലും വരുന്നുണ്ട്. പക്ഷേ ചില മേഖലകളിൽ ഗവൺമെൻറ് ജില്ലാ ഭരണകൂടം കണക്ഷൻ കൊടുക്കാൻ കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനത്തെ ഒന്നും അനുവദിക്കാത്തതുകൊണ്ട് അവിടെ കണക്ഷൻ കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ KSEBയുടെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓഫീസാണ്. അപ്പോൾ KSEB ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾക്ക് വലിയ സംശയങ്ങളുണ്ട്. അത് എനിക്കുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത്. നമസ്കാരം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തണം. ആദ്യം ഒന്ന് പറയാമോ? എൻ്റെ പേര് TR ഭുവനേന്ദ്രപ്രസാദ്. ഞാൻ കംപ്ലയിൻസ് എക്സാമിനറാണ്. റെഗുലേറ്ററി കമ്മീഷനിലാണ് ഈ കംപ്ലയിൻസ് എക്സാമിനർ വർക്ക് ചെയ്യുന്നത്. സാറേ, ഈ KSEBയും റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് എന്താണ് ശരിക്കുള്ള ബന്ധം? ശരിക്കും KSEBയുടെ കീഴിലാണോ ഈ റെഗുലേറ്ററി കമ്മീഷൻ? ധാരണ തെറ്റാണ്. ശരിക്കും ഇത് രണ്ട് ഓർഗനൈസേഷനാണ്. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് 1998 ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് അനുസരിച്ച് ആണ് രൂപീകരിച്ചിട്ടുള്ളത്. 2003 ഇലക്ട്രിസിറ്റി ആക്ട് നിലവിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വൈദ്യുതി രംഗത്ത് ഉൽപ്പാദനം, പ്രസരണം, വിതരണം മേഖലകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വൈദ്യുതി നിരക്ക് നിർണ്ണയിക്കുക, വൈദ്യുതി ലൈസൻസ് അനുവദിക്കുക, ലൈസൻസിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് അംഗീകാരം നൽകുക. ഇതാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. അതുകൊണ്ട് നമ്മുടെ ഗുണഭോക്താക്കൾക്ക് എന്താണ് സാറേ ശരിക്കും പറയുന്നത്? മാന്യമായ നിരക്കിലുള്ള വൈദ്യുതി ചാർജ് ലഭിക്കുക, അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട സേവനങ്ങൾ അത് കൃത്യസമയത്ത് നടക്കുന്നുണ്ട് അന്വേഷിക്കുക, അവരിൽ നിന്ന് ഈടാക്കുന്ന സേവനങ്ങൾക്ക് ഈടാക്കുന്ന തുകയുടെ കറക്റ്റ്നെസ് നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് KSEBയുമായി ബന്ധപ്പെട്ട് മാത്രം നിലനിൽക്കുന്നതാണോ? അതിന് കീഴിൽ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങളോ? ഇലക്ട്രിസിറ്റി ബോർഡ് ഉൾപ്പെടെ 11 വിതരണ കമ്പനികളുടെ നിയന്ത്രണം. 11 വിതരണ കമ്പനികൾ. അത് ഏതൊക്കെ മേഖലകളാണ്? ഇതുമായിട്ട് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണോ? ഇലക്ട്രിസിറ്റി വിതരണ കമ്പനി പ്രധാനമായിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ കണ്ണൻ ദേവൻ, തൃശ്ശൂർ കോർപ്പറേഷൻ, സ്മാർട്ട് സിറ്റി. തൃശ്ശൂർ കോർപ്പറേഷൻ KSEBയുടെ കീഴിലല്ല. സാറേ, ഞാൻ ഇവിടെ വരാനും സാറിനെ കാണാനും ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് പല സംശയങ്ങളുണ്ട്. നമുക്ക് വരുന്ന വൈദ്യുതി ബില്ല് അതെങ്ങനെയാണ് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇപ്പോഴും നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് 2 തരത്തിലുള്ള ബില്ലിങ്ങാണ് നടത്തുന്നത്. ഒന്ന് മാസ ബില്ലിങ്, 2 ദ്വൈമാസ ബില്ലിങ്. മാസ ബില്ല് എന്ന് പറയുന്നത് 10 കിലോ വാട്ടിൽ കൂടുതലുള്ള കൊമേഴ്സ്യൽ കൺസ്യൂമേഴ്സിനും 20 കിലോ വാട്ടിൽ കൂടുതലുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനും പ്രതിമാസ ബില്ലിംഗ് നടത്തും. അല്ലാതുള്ള സാധാരണ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 60 ദിവസം ആണ് ബില്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ മീറ്റർ റെന്റ് എന്ന് പറയുന്നത് ഈ ലൈഫ് ലോങ് വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. ആ മീറ്ററിൻ്റെ ഗ്യാരണ്ടി എപ്പോഴും ലൈസൻസിക്ക് തന്നെ ആയിരിക്കും. ആ മീറ്ററിന് ലൈസൻസിയായിട്ട് വരുന്ന ലൈസൻസിയുടെ കുഴപ്പം കൊണ്ട് വരുന്ന ഫാൾട്ടുകൾ അതിനുവേണ്ടിയാണ് മീറ്റർ റെന്റ് അത് മാറ്റി വെക്കുന്നതിന് അവർ തന്നെ മാറ്റി വെച്ചോളും. അതുപോലെ സ്ലാബിനെ കുറിച്ച് പലരും പറയാറുണ്ട്. അതെന്താണെന്നൊന്ന് വ്യക്തമായിട്ട്? ശരിക്കും 2 തരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ടെലസ്കോപ്പിക് കാറ്റഗറി ഉണ്ട്, നോൺ ടെലസ്കോപ്പിക് കാറ്റഗറി ഉണ്ട്. ഈ ടെലസ്കോപ്പിക് കാറ്റഗറിക്കുള്ളത് ഗവൺമെൻറ് ഒരു സബ്സിഡി അതിനകത്ത് കൊടുക്കുന്നുണ്ട്. കറണ്ട് ചാർജ് കുറവാണ്. ഒരു മാസം 250 യൂണിറ്റ് വരെയാണ് അതിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മാസമാകുമ്പോൾ 500 യൂണിറ്റ് വരെ അവർക്ക് ഉപയോഗിക്കാം. ടെലസ്കോപ്പിക് താരിഫ് അവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നോൺ ടെലസ്കോപ്പിക് താരിഫിലേക്ക് മാറും. അപ്പോഴത്തേക്കിന് കറണ്ട് ചാർജിനകത്ത് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. താരിഫ് ചേഞ്ച് ആവുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോഗം കൊണ്ടാണോ അല്ലാതെ ഇതിൻ്റെ അശ്രദ്ധ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? സാധാരണഗതിയിൽ നമ്മുടെ താരിഫ് ചേഞ്ച് ആകുന്നത് ഒന്ന് ഉപഭോഗം കൊണ്ട് ഉണ്ടാകാറുണ്ട്. പിന്നെ മീറ്ററിങ് പ്രോപ്പറായിട്ട് ചെയ്യാതെ വരുമ്പോഴും ചിലപ്പം അതിനകത്ത് ആ ബ്രാക്കറ്റിൽ നിന്ന് ചിലപ്പം ടെലസ്കോപ്പിക് ബ്രാക്കറ്റിൽ നിന്ന് ചിലപ്പം വെളിയിലേക്ക് പോകാം. മീറ്ററിങ് കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറയാം. 60 ദിവസമാണ്. ഒരു മാസത്തെ മീറ്റർ റീഡിങ് എടുത്തിട്ട് പിന്നെ കൃത്യമായിട്ട് നെക്സ്റ്റ് 60ാമത്തെ ദിവസം മീറ്റർ റീഡിങ് എടുക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പറയുന്നത്. പക്ഷേ പലപ്പോഴും അത് പാലിക്കപ്പെടാറ് ഇല്ല. ഞങ്ങളുടെ ഇൻസ്പെക്ഷനകത്ത് അത് കാണാറുണ്ട്. അത് മുൻപോട്ടോ പുറകോട്ടോ വന്നാലുണ്ടാ പ്രോബ്ലം എന്താണ്? മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ചിലപ്പോൾ ആ ടെലസ്കോപ്പിക് ആ ബ്രാക്കറ്റിന് ചിലപ്പോൾ വെളിയിൽ പോകാം. വെളിയിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അതുപോലെ തന്നെ 58
57 ദിവസങ്ങളിലേക്ക് മുൻപോട്ട് എടുത്തു കഴിഞ്ഞാൽ ലൈസൻസിക്കും നഷ്ടമുണ്ടാകാം, KSEBക്ക് നഷ്ടമുണ്ടാകാം. അപ്പോൾ ആ 2 ദിവസത്തിനാകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ 510 ആയാൽ 501 ആയാൽ പോലും അയാൾ ടെലസ്കോപ്പിക് താരിഫിന് വെളിയിൽ പോവുകയും ഹയർ താരിഫിലേക്ക് പോവുകയും ചെയ്യും. മൊത്തം കറണ്ട് ചാർജിൽ ആ ഒരു മാറ്റമുണ്ട്. ഒരു ദിവസത്തിന് ഒരു പ്രാധാന്യം അവിടെ ഉണ്ട്. ഈ 500 എന്ന് പറയുന്ന ബ്രാക്കറ്റിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ മാറിയെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ മാറിയെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ അത് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സെക്ഷനിലെ സൂപ്രണ്ടിനെ ശ്രദ്ധയപ്പെടുത്തണം. ഒരു പരാതി കൊടുക്കുക, ഒരു ലെറ്റർ കൊടുക്കുക, എൻ്റെ മീറ്റർ റീഡിങ് കറക്റ്റ് അല്ല ചെയ്തിരിക്കുന്നത്, ആക്ച്വൽ ഡേറ്റ് ഓഫ് ബില്ലിംഗ് അല്ല നടന്നേക്കുന്നത്, അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി കൊടുക്കണം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി അവർ കറക്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ 62, 63, 64 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള 10 ദിവസം എന്നുള്ള ഗ്രേസ് പീരീഡ് നഷ്ടപ്പെടും. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അങ്ങനെ റീഡ് ചെയ്യുന്നത്. 63ാമത്തെ ദിവസം എടുത്തെങ്കിൽ അടുത്ത ബില്ലിംഗ് റീഷെഡ്യൂളൂടെ ചെയ്യണം. ബില്ലിംഗ് പക്കയായിരിക്കണം. ഈ ഫ്യൂൽ ചാർജ് എന്താണ് ശരി? ഫ്യൂൽ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു 28-30% പവർ മാത്രമാണ് ജനറേറ്റ് ചെയ്യുന്നത്. പീക്ക് സമയത്ത് നമുക്ക് ഡിമാൻഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് പവർ വാങ്ങിക്കാറുണ്ട്. അത് കൂടുതലും കൽക്കരി പോലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ കൽക്കരിയുടെ വിലയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ ചാർജിനെ ബാധിക്കും. അത് ചെറിയൊരു തുക, ചെറിയൊരു എമൗണ്ട് ബില്ലിൽ സാധാരണ വാങ്ങിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. വെറും 30% മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. 30 താഴെയുള്ളൂ. 30 തന്നെ ചിലപ്പോൾ പലപ്പോഴും കിട്ടാറില്ല. അത് ഹൈഡ്രോ പവർ യൂണിറ്റ് ആണ്. അത് ഹൈഡ്രോ പവർ യൂണിറ്റ്. പിന്നെ വിൻഡിൽ നിന്നുള്ളതൊക്കെ വളരെ ചുരുക്കം. വിൻഡിലാണ് നമുക്ക് 2 സ്ഥലത്ത് ഉണ്ട്. ഒന്ന് രാമക്കൽമേടുണ്ട്, പിന്നെ ഉള്ളത് പാലക്കാട് കഞ്ചിക്കോട് ഏരിയയിലും ഉണ്ട്. സാർ ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പീക്ക് ടൈം എന്ന് പറയുന്നത്. അതെന്താണ് ഈ പീക്ക് ടൈം? പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 മണി വരെയാണ് പീക്ക് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഉപഭോഗം പാടില്ല. ഉപഭോഗം കുറയ്ക്കുക. പാടില്ല എന്ന് പറയാൻ പറ്റില്ല, കുറയ്ക്കുക. ഈ സോളാറുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒന്ന്, പിന്നെ സോളാർ വെച്ചിട്ടും അധികമായി കറണ്ട് ചാർജ് വരുന്നു. കൺസ്യൂമേഴ്സിൻ്റെ ഒരു തെറ്റായ ധാരണ നമ്മൾ സോളാർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കറണ്ട് ബില്ല് 0 ആകുമല്ലോ എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ അവർ ഒരു നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് വൈകുന്നേരം നമ്മൾ നെറ്റ് ബില്ലിംഗ് ആണ് ഇതിനകത്തുള്ളത്. വൈകുന്നേരം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ചാർജ് ചിലപ്പോൾ നമ്മൾ ഉൽപ്പാദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വരുമ്പോൾ അതിന് അമിതമായ കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ആൾക്കാർ സോളാർ ആയാലും ഒരു നിയന്ത്രണം നല്ലതാണ്. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറുകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട യൂണിറ്റുകൾക്ക്, നമ്മൾ ഈ വീഡിയോ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ KSEBയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സബ്സിഡികളുണ്ട്, എന്തെങ്കിലും ആനുകൂലമായ? ഉണ്ടല്ലോ. അതായത് ഒരു വീടിന് ഡൊമസ്റ്റിക് LT1 എന്ന കാറ്റഗറിയിലാണ് താരിഫ്. വീടുകൾക്ക് ഡൊമസ്റ്റിക് താരിഫിലുള്ള ആൾക്കാർക്ക് 5 HP അല്ലെ 4 കിലോവാട്ട് വരെയുള്ള ലോഡ് ഉപയോഗിക്കാം. അവർക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ് നടത്താം, എന്റർപ്രണറാകാം, വീടുകൾ നടത്താവുന്ന ചെറിയ ബിസിനസ് നടത്താം. അതിന് ഡൊമസ്റ്റിക് താരിഫാണ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് 5 HP മെഷീനറീസ് വരെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. എന്തെങ്കിലും ഒക്കെ ചെയ്താൽ കറണ്ട് ചാർജിലുള്ള വേരിയേഷനേ വരുള്ളൂ. താരിഫ് വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറുകൾക്ക് ചെയ്യുന്നുണ്ടോ? അഗ്രികൾച്ചർ താരിഫ് വളരെ കുറവാണ്. അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ബന്ധപ്പെട്ട കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൊണ്ടുവന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കൃഷിയുടെ താരിഫിലേക്ക് മാറ്റി കൊടുക്കും. സാർ, ഇടുക്കി പോലുള്ള മേഖലകളിൽ ഇപ്പോൾ ഏലം കർഷകരുടെ ഇടയിൽ പലർക്കും കിട്ടുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. ഈ ഒരു ഏലം കർഷകരുടെ ഭാഗത്തും ധാരാളം പരാതികൾ കമ്മീഷനിലും വരുന്നുണ്ട്. പക്ഷേ ചില മേഖലകളിൽ ഗവൺമെൻറ്, ജില്ലാ ഭരണകൂടം കണക്ഷൻ കൊടുക്കാൻ, കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനത്തെ ഒന്നും അനുവദിക്കാത്തതുകൊണ്ട് അവിടെ കണക്ഷൻ കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് ഫീൽഡിൽ നിന്നുള്ള അറിയിച്ചിരിക്കുന്നത്. അത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ അതിലോല ദുർബല പ്രദേശം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ട്. അതിപ്പോഴും ഈ പ്രശ്നം നിലനിൽക്കും. അതുണ്ടെന്നാണ് അവിടുന്ന് ഫീൽഡിൽ നിന്നുള്ള. അതുകൊണ്ട് ഇങ്ങനെ സബ്സിഡികൾ അനുവദിക്കാൻ പറ്റത്തില്ല, കണക്ഷൻ കൊടുക്കാൻ പറ്റും, നിർമ്മാണ പ്രവർത്തനം നടത്താനേ പറ്റില്ല. അതുകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ ചില ടെമ്പററി കണക്ഷനൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, ടെമ്പററി ബിൽഡിങ്ങിൽ. പക്ഷേ അത് ഗവൺമെൻറ് ഒരു നിർദ്ദേശം ഈ പ്രദേശങ്ങളിൽ കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ ഈ താരിഫിൽ BPL, പിന്നെ അതുപോലെ മാരക രോഗങ്ങളുള്ള കൺസ്യൂമേഴ്സിനൊക്കെ കറണ്ട് ചാർജ് ഇളവ് നൽകിയിട്ടുണ്ട്. 40 യൂണിറ്റ് പ്രതിമാസം അവർക്ക് സൗജന്യമാണ്. 2 മാസം കൂടുമ്പോൾ 80 യൂണിറ്റ് വരെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും KSEBക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ നിയമപരമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അല്ലാതെ
ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യുന്നില്ലല്ലോ. ഓൺ ഗ്രിഡ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ KSEBിയുടെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അല്ലാതെ ഓഫ് ഗ്രിഡിൽ നമുക്ക് സോളാർ ഉപയോഗിച്ച് സോളാർ കംപ്ലീറ്റ്ലി സോളാറിൽ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ കാറ്റാടി കണ്ടുപിടിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്, അതുപോലെ ഹൈഡ്രോ പവർ ചെയ്യുന്നവരുണ്ട്, പിന്നെ അങ്ങനെ കുറേയേറെ പവർ യൂണിറ്റുകൾ കണ്ടെത്തുന്നവരുണ്ട്. അവർക്കൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് സ്വന്തം ഉപയോഗത്തിന് എടുക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പുറത്തേക്ക് വിൽക്കാനൊന്നും പറ്റത്തില്ല, പുറത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അതിന് നിയമപരമായ തടസ്സം. അതുപോലെ സാറേ, ഈ പൊതുവിൽ KSEB ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു കാലതാമസം, ഒരു പരാതി വന്നാൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസിലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പരാതികളൊക്കെ എത്ര ദിവസം കൊണ്ട് അത് ഇത് ചെയ്യണമെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അത് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും പ്രത്യേകം പറയുന്നുണ്ട്. ഇതെല്ലാം കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണ്. ഈ പരിധി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ KSEB ആ അഫക്റ്റഡ് കൺസ്യൂമേഴ്സിന് കൊടുക്കേണ്ടതായിട്ടാണ്. അത് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് റെഗുലേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് അറിയാം. അത് ആൾക്കാർക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, എല്ലാവരും അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ. അപ്പോൾ സാറേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ട് ചാർജ് അടയ്ക്കാൻ ഞാൻ താമസിച്ചു പോയി. അപ്പോൾ അവർ ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. പിന്നീട് ഞാൻ ആ കറണ്ട് ചാർജ് അടയ്ക്കുന്ന സമയത്ത് തന്നെ കറണ്ട് ചാർജ് റിമിറ്റ് ചെയ്ത് ഉടൻ തന്നെ റിസ്റ്റോർ ചെയ്യണമെന്നാണ് നിയമമുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാം. ഇതിനെല്ലാം നഷ്ടപരിഹാരമാണോ അതോ നടപടികളുണ്ടാകുന്നത്? കോമ്പൻസേഷൻ ഉണ്ട്. കോമ്പൻസേഷൻ ഉണ്ട്. അത് നാച്ചുറൽ കലാമിറ്റിയോ മറ്റുള്ള എന്തെങ്കിലും കൊണ്ടാണ് അതില്ല. പക്ഷേ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള വീഴ്ചയുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷന് ആ കൺസ്യൂമേഴ്സ് അർഹരാണ്. അപ്പോൾ ഓക്കെ സാർ, വളരെ സന്തോഷം. എന്തായാലും ഒരുപാട് അറിവുകൾ പങ്കുവെച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റുകൾ ചെയ്യുക. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.